നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ദാൽ തടുക്കയാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നമുക്ക് ദാൽ തടുക്ക എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ പ്രഷർ കുക്കറിൽ കുറച്ച് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിനകത്ത് 4 to 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ഇതിനകത്തേക്ക് പച്ചമുളക് 2 പച്ചമുളക് ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞതും ഒരു അര തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഇട്ട് ഇതിനകത്തേക്ക് കൊടുക്കാം. പിന്നെ 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കാം. ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇത്രയും സാധനം ചേർത്ത് കൊടുത്ത് നമുക്ക് ഒരു 3 to 4 വിസിൽ വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൻ്റെ വേവൊക്കെ അവരവരുടെ കുക്കറിൻ്റെ ബ്രാൻഡ് ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ എൻ്റെ കുക്കറിന് ഒരു 3 to 4 വിസിൽ വേണം. അപ്പോൾ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. ജീരകം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് 5 to 6 വെളുത്തുള്ളി ചെറുതാക്കി വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് ഒരു അര സവാള ചെറുതാക്കി അരിഞ്ഞത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സവാള ഇട്ട് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് 2 പച്ചമുളക് വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതെല്ലാം കൂടി ഒരു ഒറ്റ മിനിറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ച മണം മാറിക്കിട്ടും. ഇനി ഇതിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, തക്കാളി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ചെറിയ കഷ്ണവും ഒരു മുഴുവൻ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതുമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് വാട്ടി എടുക്കാം. ഇട്ട് കൊടുത്ത എല്ലാം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൽ നിന്ന് കുറച്ച് എടുത്ത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കൊടുക്കും. 1 മിനിറ്റ് ഇതേ കൂട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ബാക്കി വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പം പരിപ്പും നമ്മുടെ ഈ മസാലയും കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 to 4 മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 3 to 4 മിനിറ്റ് നമ്മൾ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ ആവശ്യത്തിന് ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സാധനങ്ങൾ നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് ചേർത്ത് കൊടുക്കാം. ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ ഗീ, അതായത് നമ്മുടെ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ നല്ല ജീരകം, അതായത് നമ്മുടെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്യുക. കായവും ജീരകമൊക്കെ നന്നായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇതേ കൂട്ട് ഒന്ന് മിക്സ് ചെയ്യാം. എണ്ണയ്ക്കകത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിൻ്റെ അകത്തേക്ക് വട്ടത്തിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഒറ്റ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഇതേ കൂട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വയംഭൻ ദാൽ തടുക്ക റെഡിയായിട്ടുണ്ട്. നമ്മുടെ റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷനാണ് ഈ ദാൽ തടുക്ക. അപ്പോൾ ഒരിക്കലെങ്കിലും ഈ ഒരു റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക.
ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.